ക്രിസ്മസ് ആണ്. ക്രിസ്മസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിടും. അതിന് സ്നേഹം പങ്കിടാൻ വേണ്ടി ഒരു കേക്കും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ വീടിനകത്തേക്ക് നിങ്ങൾ കയറരുത് എന്ന് പറയുന്ന ഒരു സംസ്കാരം എനിക്കില്ല. കാരണം എന്താ, ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞങ്ങൾ സ്നേഹം പങ്കിടുന്നവരാണ്. 4 വർഷക്കാലമായി ഞാനിവിടെ കേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഓഫീസിലും എത്തിക്കും. അതുപോലെ തന്നെ ഏതൊക്കെ തുറയിൽ സർക്കാർ സ്ഥാപനങ്ങൾ അവർക്കൊക്കെ എത്തിക്കും. ഇന്ന് വരെ അത് ഞാൻ മുടക്കിയിട്ടില്ല. ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥന്മാരായ എല്ലാവർക്കും കേക്ക് കൊടുത്തിട്ടുണ്ട് മൊത്തം. കാരണം എന്താ, ഈ ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അത് വെച്ച് അവരെ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നടപടിക്രമമാണ് ഞാൻ ചെയ്തത്. പിന്നെ ഈ സുനിൽകുമാർ ഇപ്പോൾ MP ആണെങ്കിൽ MP ആണെന്ന് വിചാരിക്കുക. അദ്ദേഹം എന്താ BJP കേക്ക് കൊടുത്താൽ മേടിക്കില്ലേ? എന്തുകൊണ്ട് അങ്ങനെ കാണുന്നില്ല? ഒരു കേക്ക് എൻ്റെ വീട്ടിലേക്ക് ആര് കൊണ്ടുവന്നാലും ഞാനത് വാങ്ങിക്കില്ലേ എന്നുദ്ദേശിച്ച് ഞാൻ ഇവിടെ തന്നെ ആ പ്രസ്ഥാനത്തിലൂടെ പോയെന്നാണോ ചരിത്രം? ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അതിപ്പോൾ സുനിൽകുമാർ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സുനിൽകുമാറിന് ഇപ്പം എന്തും പറയാം, കാരണം പുറത്താണ് നിൽക്കണേ. ഞാൻ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നതാണ്, അതും ഇടതുപക്ഷത്തിൻ്റെ ചട്ടക്കൂടിൽ ഒരുമിച്ച് വളരെ സൗഹൃദമായി ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടി മാത്രം ഇടതുപക്ഷ പ്രസ്ഥാനം വരണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്ന ഒരു മേയറാണ് ഞാൻ. അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് തെറ്റാണ്. കാരണം ഇടതുപക്ഷത്ത് തന്നെ നിൽക്കുന്ന ഒരാളാണിത് പറയണേ. ഒരിക്കലും പറയാൻ പാടില്ലാത്തതല്ലേ. കാരണം ഇന്നേ വരെ അദ്ദേഹത്തിന് എന്താണ് എന്നോട് ഇത്ര സ്നേഹമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഇതുപോലെ തന്നെ സുരേഷ് ഗോപി വന്നു ഒരു കേക്ക് തന്നു, അയാൾക്കൊരു ചായ കൊടുത്ത് ഇത്ര വലിയ തെറ്റാണോ? എന്നാൽ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ഈ സുനിൽകുമാർ ഒരു മേയർ, ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കോർപ്പറേഷനകത്തേക്ക് മേയർ എന്ന നിലയ്ക്ക് ഒന്ന് കാണാൻ വന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ 1000 കോടി ചെലവ് ചെയ്തിട്ടുണ്ട്, അത് മേയർ പറഞ്ഞില്ല. ഞാൻ പറയണമെങ്കിൽ എൻ്റെ അടുത്ത് വരണ്ടേ? ഞാൻ റോട്ടിൽ ഇറങ്ങി നിന്ന് പറയാൻ പറ്റൂ? ഇവിടുത്തെ മുൻ മന്ത്രിയായിരുന്ന സുനിൽകുമാർ 1000 കോടി ചെലവ് ചെയ്തിട്ടുണ്ടെന്ന് പറയാനുള്ള ഒരു വേദി ഉണ്ടാക്കണ്ടേ? ആകെ വന്നത് ആരാണ്? അദ്ദേഹം വന്നു. ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടു പോകുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറെ, എൻ്റെ രാഷ്ട്രീയം വേറെ. പക്ഷെ എൻ്റെ ഓഫീസിനകത്ത് ഒരു കാൻഡിഡേറ്റ് വന്നാൽ ഒരു സാമാന്യ മര്യാദ വിളിച്ചിരുത്തി ചായ കൊടുത്തു. ഇത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സുനിൽകുമാറിന് എന്താണാവോ അങ്ങനെ തോന്നിയത്? ബാക്കി ആർക്കും പറഞ്ഞിട്ടുമില്ല, തോന്നിയിട്ടുമില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇതാണ് ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്.